അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ ആണല്ലോ, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു കുഞ്ഞ് വെജിറ്റബിൾ സൂപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് 5 പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പിലേക്ക് പോകാം, വെജിറ്റബിൾ സൂപ്പിലേക്ക്. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീൻസ് വേണം, ക്യാരറ്റ് വേണം, പിന്നെ ഉരുളക്കിഴങ്ങ് വേണം, സവാള വേണം, പിന്നെ നമുക്ക് ആവശ്യം ക്യാബേജ്, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ഒലീവ് ഓയിൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പോൾ നമുക്കിതൊരു 5 പേർക്ക് ചെയ്യാൻ തക്കവണ്ണം നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഈ കൈയളവ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സവാള നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സവാള, ഉരുളക്കിഴങ്ങ് വന്നിട്ട് ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ബീൻസ് കുറച്ച്, ക്യാരറ്റ് കുറച്ച്, പിന്നെ ക്യാബേജ് നമുക്ക് ആവശ്യത്തിന്, പിന്നെ ഇഞ്ചി വളരെ കുറച്ച്, വെളുത്തുള്ളി, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു സൂപ്പ് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൈയിങ് പാൻ നമ്മൾ ചൂടാക്കാൻ അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് നമുക്ക് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ഒലീവ് ഓയിൽ ഒഴിക്കാം. ഒലീവ് ഓയിൽ എന്തിനും ഒഴിക്കേണ്ടി വരും? ഒരു 3 സ്പൂൺ അളവ്, അതാണ് ഏറ്റവും നമുക്ക് എളുപ്പം. അപ്പോൾ നമ്മൾ ഒലീവ് ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് പാൻ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള നമുക്കിതിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ സവാള ഇട്ടു. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നമ്മൾ ശരിക്കും അത് റെഡിഷ് കളറാവണ്ടേ. ഇത് നമുക്ക് തീ ലൈറ്റായിട്ട് ഇട്ടാൽ മതി. ഓക്കെ, നമുക്ക് തീ വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ശരിക്കും അത് ഒരു റെഡിഷ് കളർ പോലെ ആവണം, ഒരു ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ ആയതിനു ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക് ചേർക്കാം. അപ്പോൾ എന്തായാലും ഇതങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. ഇതല്ലേ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ആക്ച്വലി നമുക്ക് വളരെ കുറച്ച് മതി ഒലീവ് ഓയിൽ, പക്ഷെ നല്ല ടേസ്റ്റ് വേണം. ഞാനൊക്കെ സൗദിയിലുണ്ടായിരുന്നപ്പോൾ കൂടുതൽ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തിരുന്നത്. നല്ലതാണ് കേട്ടോ ഒലീവ് ഓയിൽ. വലിയ റേറ്റ് ഒന്നുമില്ല. നമുക്ക് ബിസ്മിന്നോ റിലയൻസിന്നോ ഒക്കെ നമുക്ക് ഓഫറിൽ കിട്ടും, ലുലുന്നും എല്ലാം. നമ്മളിപ്പോൾ പതുക്കെ അത് ഒരു എന്താ പറയുക, ഗോൾഡൻ ബ്രൗൺ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച ഇഞ്ചി നമുക്കിടാം. പതുക്കെ ഇഞ്ചിയിട്ട് അത് ശരിക്കും ഇളക്കി കൊടുക്കണം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിക്കോട്ടെ. ഇനി അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി അതിനകത്തേക്ക് ഇടാം. ഇനി വീണ്ടും ശരിക്കും വഴറ്റണം. ഒലിവ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വീണ്ടും ഇനിയിപ്പോൾ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ്, ബീൻസ്, പിന്നെ നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാബേജ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇടുക. അതിനുശേഷം വീണ്ടും നമ്മൾ ശരിക്കും അത് വഴറ്റി കൊടുക്കുക.
ഇതിപ്പോൾ നമ്മൾ ശരിക്കും വേവണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് വേണം. പിന്നെ അത് കൂടാതെ ഇതിൽ നമുക്ക് ബേബി കോൺ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ സൂപ്പിൽ ആഡ് ചെയ്യാം. അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഒന്ന് വേവട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് ശരിക്കും ഇങ്ങനെ ഇതേപോലെ വഴറ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദ്ദേശം ഒരു 6 മിനിറ്റോളം ആയി തോന്നും. കുറച്ചും നല്ല ഫ്ലേവറാണ്. കാരണം അത് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നല്ല വെജിറ്റബിൾസ് മാത്രമായിട്ട് നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒരു ഉദ്ദേശം ഒരു 4 ഗ്ലാസ് വെള്ളത്തോളം ഉണ്ടാവും. അതൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഞങ്ങളിപ്പോൾ ഒരു 5 പേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേർക്കാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമ്മളത് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ശരിക്കും നമുക്ക് ബോയിൽ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അപ്പം നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളക് ഇടാം. മുളകിട്ടതിന് ശേഷം ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. നമുക്ക് ശരിക്കും ഇത് വേവട്ടെ. നമുക്കിത് ശരിക്കും വൃത്തിയായി ഇത് അടച്ചു വയ്ക്കാം. ഇത് ശരിക്കും ഒന്ന് വേവട്ടെ. തീ നമുക്ക് ഇത്തിരി കൂട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ശരിക്കും നമ്മൾ തിളയ്ക്കണം. നന്നായി തിളച്ച് കഴിഞ്ഞത് നമുക്ക് തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് ബോയിൽ ചെയ്താവണേ ഉള്ളൂ. സമയം കൊടുക്കും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്തായാലും ഒന്ന് വേവട്ടെ. അപ്പോൾ അതുവരെ ഇതിപ്പോൾ എന്താ പറയുക, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക സൂപ്പാണ്. ഇതിൽ വേറെ എന്താ ഈ ഹോട്ടലിലൊക്കെ ഉള്ള പോലെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കിട്ടില്ലേ ഈ പറഞ്ഞ പോലെ കോണിൻ്റെ പൗഡറും കൊഴുപ്പും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള സൂപ്പാണ്. ഇത് ഒരു വളരെ ക്ലിയറാണ്. വേറെ ഒന്നും അതിനകത്തില്ല അല്ല. എക്സ്ട്രാ ആയിട്ട് നമുക്ക് കാണാം ആ വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സൂപ്പാണ്. അപ്പോൾ എന്തായാലും ഇനി അത് വൃത്തിയാതെ ഒരു ഹായ് പറഞ്ഞു. അതെ, അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സമയം പോസിറ്റീവായിട്ട് പോവാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ എന്താ പറയുക അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാതെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇടണം. നമുക്ക് അവിടെ ചെല്ലാം. അടുക്കളയിൽ ചെന്നിട്ട് സൂപ്പ് തിളച്ചോ നോക്കാം. നോക്കിയതിന് ശേഷം നമുക്കത് കുറച്ചും കൂടെ സിമ്മിലാക്കിയൊക്കെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂപ്പ് ശരിക്കും ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, ശരിക്കും തിളച്ച് വരുന്നുണ്ട്. പോരാ, ആയിട്ടില്ല. കുറച്ചും കൂടെ തിളയ്ക്കണം. നമുക്ക് നമുക്ക് സിമ്മിൽ ഇട്ട് കൊടുക്കാം. അതാ നമ്മളിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ നല്ല നമുക്ക് ഫ്ലേവർ നമുക്ക് നല്ലോണം കിട്ടും. നല്ല ഫ്ലേവറാണ് ഇല്ലേ അമ്മൂസേ? നല്ല മണം വന്നില്ലേ? നമ്മുടെ സൂപ്പ് നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് നേരം കൂടെ ഒരു 4-5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കത് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂപ്പ് വൃത്തിയായി നല്ല ഫ്ലേവറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പ് പതുക്കെ നമുക്ക് പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. എല്ലാവരും ഇപ്പോൾ റെഡിയായി. അമ്മൂസും അപ്പൂസും ഒക്കെ. അപ്പൂസിനെ ഒഴിക്കുക, വേഗാവട്ടെ. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടമായി. ഇതിലൊക്കെ നമ്മളിങ്ങനെ ഈ ഉരുളപ്പഴവും എല്ലാം ആ കഷ്ണം ചെറിയ കഷ്ണമായിട്ടിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. കാരണം നമുക്കിങ്ങനെ വല്ലാതെ ഒരു കൊഴുപ്പില്ല. ക്ലിയർ സൂപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും കൊള്ളാം. നിങ്ങൾക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളതും ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ബൈ. സ്റ്റേ സേഫ് ആൻഡ് എന്താ പറയുക, ലോക്ക്ഡൗണൊക്കെ അനുസരിക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്തൊരു വ്ളോഗിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി.